എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത്രല്ല എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ് എമ്പുരാൻ സിനിമയുടെ ഒരു ലാൻഡ് മാർക്ക് അനൗൺസ്മെന്റ് ഇന്ന് 6 മണിക്ക് വരും. എന്തായിരിക്കും ഒരു ഐഡിയ ഇല്ല കേട്ടോ. വലിയ ചോദ്യമാണ്. ഒരുപാട് പേര് പലതും പറയുന്നുണ്ട്. ട്രെയിലറിന്റെ ഡേറ്റും ടൈമും ഒക്കെ ആയിരിക്കും പല സ്ഥലങ്ങളിലും അഭ്യൂഹങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം എന്താ, ഇനിയിപ്പോൾ അതിനാണല്ലോ വെയിറ്റ് ചെയ്യുന്നത്. അതാണല്ലോ ഏറ്റവും വലുത് ഇപ്പോൾ, അല്ലേ, റിലീസിന് മുമ്പായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് അത് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ലാൻഡ് മാർക്കായിട്ടുള്ള ഇവരുടെ ലാൻഡ് മാർക്ക് ഒരു സംഭവമാണ് ഇവരുടെ ആ ഒരു റിവോൾവർ KA ഖുറേഷി അബ്രാമിൻ്റെ ആ ഒരു സിമ്പിളുള്ള ആ ഒരു റിവോൾവർ. ആ റിവോൾവർ ഇന്നലെ കാണിച്ചുകൊണ്ട് ഇവരൊരു പോസ്റ്റർ ഇട്ടിട്ടുണ്ട്. കൊടൂര പോസ്റ്റേഴ്സാണ് ഇവരുടെ. ഇതെല്ലാം പോളി സാധനം. ഇതൊക്കെ സിനിമയിൽ കൂടെയുള്ള ഭാഗങ്ങളാണെങ്കിൽ പിന്നെ പറയും വേണ്ടി വരും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയ, ചുമ്മാ ചിന്തിച്ചു നോക്കിയ സിനിമ എന്തായിരിക്കും. അല്ല ശരിയാട്ടോ, നീ ആ ഒരു സംശയം ഉന്നയിച്ചത് അതിവിടെ ചർച്ചയ്ക്ക് വെക്കണം. കാരണം എന്താണെന്നറിയോ, ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടും ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ അതുമല്ല, ടീച്ചറിന്റെ സമയത്ത് പൃഥ്വിരാജ് പറഞ്ഞൊരു സാധനമുണ്ട് ടീച്ചർ പുറത്തിടാൻ നേരത്ത്. ഈ ടീച്ചറിലുള്ള പകുതിയും സിനിമയിലില്ലാന്ന്. അത് ടീച്ചറിന് വേണ്ടി മാത്രം ചെയ്തു വെച്ചേക്കുന്ന സാധനങ്ങളുണ്ട് അതിനകത്ത്. അപ്പൊ അതേപോലെയുള്ള ആള്, പക്ഷെ ഇതൊക്കെ സിനിമയിൽ ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും ചിന്തിച്ചു നോക്കി. ഓരോ ഷോട്ടും ഗംഭീരമായിരിക്കും. അതാണ്. ഓക്കെ, എന്തായാലും ഈ ഒരു റിവോൾവർ നമ്മളിപ്പോൾ കാണുന്നതല്ല, ലൂസിഫർ മുതൽ കാണുന്നതാണ്. ആ ഒരു സ്പെഷ്യലായിട്ട് അതിനൊരു എന്തോ ഒരു പ്രത്യേകതയോടെ കാര്യമായി തന്നെ കൊണ്ടു നടക്കുന്ന ഒരു റിവോൾവറാണത്. അതിന് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ ബോക്സ്, അതിൽ തന്നെ വെക്കുന്ന ബുള്ളറ്റ് കാര്യങ്ങളൊക്കെ അതിൽ തന്നെ. അതെന്തോ സ്പെഷ്യൽ ആൾക്കാരെ കൊല്ലാൻ വേണ്ടി മാത്രം യൂസ് ചെയ്തത്. അതായത് ഒരാൾക്ക് മാത്രം തൊടാൻ പറ്റുന്ന ഒരു വെപ്പണാണത്. അതായത് ഖുറേഷി അബ്രാം ഗ്യാങ്ങിന് മാത്രം തൊടാൻ പറ്റുന്ന, അതിൻ്റെ ലീഡറിന് മാത്രം തൊടാൻ പറ്റുന്ന ഒരു ലാൻഡ് മാർക്കാണത്. അവരുടെ പേഴ്സണൽ വെപ്പൺ. അതെ, അവരുടെ എംബ്ലത്തോട് കൂടിയ ഗണ്ണ്. അത് ആർക്കൊക്കെ തൊടാൻ പറ്റുന്നുള്ളത് മറ്റൊരു വിഷയം. അത് പിന്നീട് നമുക്ക് അറിയാൻ പറ്റും. ഇനി ഒരു കാര്യം ഉറപ്പാണ്, അതായത് ഖുറേഷി അബ്രാം ഗ്യാങ്ങിലെ ലീഡറിന് മാത്രം തൊടാൻ പറ്റുള്ളൂ. അതൊരു സത്യം. അത് ഇനിയിപ്പോ ലീഡർ എന്ന് പറയാൻ വേണമെങ്കിൽ ലീഡേഴ്സ് എന്ന് പറയാം, അങ്ങനത്തെ ഒക്കെ പറയേണ്ടി വരും. കാരണം ഈ ഒരു ഫോട്ടോയിൽ വന്നിട്ടുള്ള ഈ കൈ ആരുതാ? അത് വലിയൊരു ചോദ്യമാണ്. ഇത് ലാലേട്ടന്റെ കൈയല്ല. ഇത് ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയത്. കാരണം ലാലേട്ടന്റെ അത് പല സ്ഥലങ്ങളിലും യൂസ് ചെയ്യാൻ, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയേക്കാന്നൊക്കെ തോന്നുന്ന കാര്യമാണ്. ഈ മോതിരത്തിന്റെ കാര്യം, മോതിരം ലാലേട്ടന്റെ ഇതുവരെ വന്ന പോസ്റ്ററുകളിലൊക്കെ ഉള്ളത് റൈറ്റ് സൈഡിലാണ്, റൈറ്റ് ഹാൻഡിലാണ് മോതിരം ഇട്ടിട്ടുള്ളത്. ഇതില് ലെഫ്റ്റ് ഹാൻഡിലാണ് മോതിരം ഉള്ളത്. അത് ഒന്നാമത്തെ കാര്യം. മറ്റൊരു കാര്യങ്ങളുണ്ട്, ഈ വെപ്പൺ യൂസ് ചെയ്യാൻ എടുത്തിരിക്കുകയാണ്. ഈ ഒരു പോസ്റ്ററിൽ നിന്ന് കണ്ടിട്ട് ആളൊരു ഇടത്തേ കൈയനാണ്, ഇടം കൈ കൊണ്ട് യൂസ് ചെയ്യുന്നതാണ്. ആ കയ്യിലാണ് മോതിരട്ടിരിക്കുന്നത്. ആ കയ്യിൽ നിന്നാണ് എയിം ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതെന്തായാലും ലാലേട്ടനാവാൻ ഒരു സാധ്യതയും ഞങ്ങൾ കാണുന്നില്ല. ലാലേട്ടൻ പക്ക വലം കൈ കൊണ്ടുള്ള കളികളാണ്. അത് നമ്മൾ ലൂസിഫറിൽ കണ്ടതാണ്. അതിനുശേഷം ഇപ്പൊ ഇതിലൊക്കെ ഫോട്ടോസിലൊക്കെ വന്നിരിക്കുന്ന വലത് കൈ കൊണ്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെ. ഇതിനകത്ത് പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്യൂട്ടും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരേപോലത്തെ തന്നെ കേട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കാണുമ്പോൾ നമുക്കൊക്കെ ഇത് ലാലേട്ടനാണല്ലോ തോന്നിപ്പോയേക്കാം. പിന്നീട് ഒന്നും കൂടി ഒന്ന് നോക്കിയാലാണ് ഈ സംഭവങ്ങളൊക്കെ മനസ്സിലാവുക. അതായത് മോതിരം, കൈ യൂസ് ചെയ്തിരിക്കുന്ന കൈ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പിന്നെ മറ്റൊന്ന്, അതായത് പലയിടങ്ങളിലും ഇതിലെ വില്ലൻ ഉണ്ടല്ലോ, നമ്മുടെ വ്യാളിപ്രിന്റ് ഷർട്ടിൻ്റെ ഉടമ, അത് വൈറ്റ് ഷർട്ടായിരുന്നു. അപ്പോൾ മേ ബി അതായത് അതിലെ വില്ലനെ ഇന്ന് റിവീൽ ചെയ്യാൻ പോകുന്നു എന്നുള്ള രീതിയിൽ പലരും പറയുന്നത് കേട്ടു. ഒരിക്കലും അതാവാൻ സാധ്യതയല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇതല്ല വരിക, അവിടെ ഡ്രാഗണാ വരിക. അതെ, ഉറപ്പായിട്ടും ഇത് ഖുറേഷി അബ്രാം ടീമിന്റെ ഒരു ലീഡറാണ്. അതിനി നമുക്ക് അങ്ങനെ തോന്നുന്നു. ഇയാളെ ഫുള്ള് ഇന്ന് കാണിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് വേറെന്തെങ്കിലും അനൗൺസ്മെന്റിന് വേണ്ടിയിട്ട് ചെയ്യുന്നതായിരിക്കാം. അല്ലെങ്കിൽ ഇതാരാണെന്നുള്ളത് ചിലപ്പോൾ വൈകുന്നേരം കാണാം. അത് കാണിക്കുമോ സംശയമാണ്. ഉറപ്പില്ല, എന്നാലും പറയാണ് ചിലപ്പം മേ ബി. അല്ലെങ്കിൽ ഈ ലാൻഡ് മാർക്ക് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ഒരു പവർ അവിടെ ഉണ്ടാവണം. ഒന്നെങ്കിൽ ഒഫീഷ്യൽ ട്രailer എന്നാണ് വരുന്നത് എന്നുള്ളതിൻ്റെ അനൗൺസ്മെൻറ്റ്, അല്ലെങ്കിൽ ഐമാക്സിൻ്റെ അനൗൺസ്മെൻ്റ് ആയിരിക്കും. സിനിമ ഐമാക്സിലല്ല കേട്ടോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്, പക്ഷേ അനോമാർഫിക് ആയിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അത് കൺവേർട്ട് ചെയ്യുന്നുണ്ടാവാം.
അതിന്റെ അനൗൺസ്മെന്റ് ആയിരിക്കാമല്ലോ ചിലപ്പം, പറയാൻ പറ്റില്ല കേട്ടോ. എന്തൊക്കെ വരാനുണ്ടെന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ. ഇനി ട്രെയിലർ ലോഞ്ച് നടക്കുന്ന സ്ഥലത്തെ കുറിച്ചായിരിക്കാം. ലാൻഡ്മാർക്ക് എന്നൊക്കെ പറയുമ്പോൾ പലതും വരും. ഈ ലാൻഡ്മാർക്കിൽ എല്ലിന് റെഡ് കൊടുത്തിട്ടുണ്ട് അപ്പോഴും അല്ലേ? അതാണ് അത് എന്തിനായിരിക്കും? ലാലേട്ടൻ തന്നെയാണോ വീണ്ടും? ഇതെന്തായാലും ലാലേട്ടനല്ല. അത് അതായത് ഈ ഫോട്ടോയിൽ കാണുന്ന കൈ ലാലേട്ടൻ്റെതല്ല. പക്ഷെ ഇത് ആരാണെന്നുള്ളത് നമുക്ക് സിനിമ ഇറങ്ങുന്നതിന് മുൻപ് വരെ നമുക്ക് കിട്ടാനും പോകുന്നില്ല. ഓക്കെ, ആയിരിക്കും വിചാരിക്കാം. ഇനി വേറെന്തെങ്കിലും സസ്പെൻസ് വെച്ചിട്ട് വേറെന്തെങ്കിലും സാധനം ഇന്ന് പുറത്തിറക്കി വിടുമെന്ന് പറയാൻ പറ്റൂലല്ലോ. അതും പറയാൻ പറ്റൂല. അല്ല, നമ്മളറിഞ്ഞത് ഐമാക്സിന്റെ പോസ്റ്റർ അങ്ങനെയാണ് നമ്മൾ അറിഞ്ഞു കേട്ടോ. അത് ഞങ്ങളുടെ മാത്രം അറിവാണ്. പിന്നെ നാളെ ഇതിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റിന്റെ പോസ്റ്റർ നാളെ വരും 6 മണിക്ക്. അങ്ങനെയാണ് ഞങ്ങൾ അറിഞ്ഞത്. അപ്പൊ എന്തായാലും നമുക്ക് ഐമാക്സ് പോസ്റ്റർ എന്നുള്ള രീതിയിൽ ഇരിക്കാം അല്ലേ? പ്രതീക്ഷിക്കാം. അതെ, അങ്ങനെ പ്രതീക്ഷിക്കാം. അതെ, അത് കഴിഞ്ഞിട്ട് കിട്ടുന്നത് ബോണസ് ആണ്. അതെ, നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറം കിട്ടുമ്പോൾ അത് ബോണസ് ആണല്ലോ. അത്രേ ഉള്ളൂ. ഓക്കെ, എന്തൊക്കെയാണെങ്കിലും സിനിമയുടെ ഒഫീഷ്യൽ ട്രailer അനൗൺസ്മെന്റ് ആണ് വരുന്നതെങ്കിൽ ട്രailer വരുന്നത് 20-ാം തീയതിയാണ്. അതിന്റെ അനൗൺസ്മെന്റ് ആണെങ്കിൽ നമുക്ക് നോക്കാം. 20-ാം തീയതി ഇപ്പൊ ലൂസിഫർ കണ്ടു കഴിഞ്ഞ് വന്നിട്ട് ഇനി എപ്പോഴാണോ ട്രെയിലർ വരുന്നത്? അതെ, 19-ാം തീയതിയാണ് ശരിക്കും നല്ലത്. രാവിലെ എങ്ങനെ ഇറക്കി വിടുവോ? 20-ാം തീയതി അതും പറയാൻ പറ്റില്ല കേട്ടോ. ലൂസിഫർ അന്നും പോയി കാണണ്ടേ? അതാ, അപ്പൊ പ്രശ്നമാകുമല്ലോ. എന്താണെങ്കിലും ഈ ട്രailer ആദ്യം കണ്ട വ്യക്തി അത് സൂപ്പർ സ്റ്റാർ രജനീകാന്താണ്. തലവരെ കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ട്. ആളുടെ കൂടെയുള്ള ഫോട്ടോ ഇട്ടുണ്ട്. ഫാൻ ബോയ് ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. സംഭവമാണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു എന്നുള്ളതൊക്കെയാണ് കേൾക്കുന്നത്. എന്തായാലും ഇതിൽ ആള് ഒരു ഹാഷ്ടാഗ് കൊടുത്തിട്ടുണ്ട്, OG സൂപ്പർ സ്റ്റാർ, ഒറിജിനൽ സൂപ്പർ സ്റ്റാർ. എന്താണെങ്കിലും അപ്പൊ രജനീകാന്ത് കണ്ടു കഴിഞ്ഞു. നമുക്കൊന്ന് വിളിച്ചു ചോദിച്ചാൽ സാധാരണ ഞാനാണല്ലോ ഇമാര് സാധനം ഫസ്റ്റ് ഇടുന്നത്. ഇത് നേരത്തെ ഇട്ടല്ലോ, ഇത് വിളിച്ചു നോക്കിയാലോ ചോദിക്കാൻ വരുമായിരുന്നു. അപ്പത്തേക്കും മറ്റൊന്നുണ്ട്, കർണാടക ഡിസ്ട്രിബ്യൂഷൻ എമ്പുരാൻ്റെത് എടുത്തിരിക്കുന്നത് ഹോം ബാലെ ഫീൽ ചെയ്യും. സ്വാഭാവികം, അറിയാലോ അത് ഹോം ബാലെ ആയിരിക്കും എന്നുള്ള ഇതിനകത്ത് വേറെ ഡൗട്ടൊന്നുമില്ല. പൃഥ്വിരാജും ഹോം ബാലയും എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടെ. അതെന്തായാലും ഹോം ബാല എടുക്കുള്ളൂ. ഓക്കെ, എന്താണെങ്കിലും സംഭവങ്ങളൊക്കെ ജാറും മാറായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉത്സവമാണ് ഇതിനോട്. ശരിക്കും ഈ സത്യത്തിലൊന്ന് ആലോചിച്ച് നോക്കി, ഒരു സിനിമ കാണുന്ന പോലെയാണോ അതോ എന്തോ ഒരു ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ തയ്യാറെടുക്കുന്ന പോലെയല്ലേ ഈ സംഭവം മുന്നോട്ട് പോകുന്നത്? സിനിമയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നതെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. എന്തോ വലിയൊരു ആഘോഷം വരാൻ പോകുന്നു. അത് മാത്രല്ല, ഒരു ദിവസത്തിലേക്ക് മാത്രം അങ്ങനെ ഒരു മൈൻഡും അല്ല. ഒരു 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 മാസമൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ആഘോഷം. സത്യം, എന്തോ ഒരു വലിയ ആഘോഷം. ഇപ്പൊ നമ്മുടെ മൈൻഡിൽ എനിക്ക് വന്നത്, നമ്മൾ കുറെ കാലം മുന്നേ നിലമ്പൂർ പാട്ട് വരും, ഉത്സവം വരിക എന്ന് പറയുമ്പോ അതൊരു 10-15 ദിവസത്തെ പരിപാടിയാ. അപ്പൊ അതിന് ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ആ ജനുവരി മാസം അങ്ങോട്ട് ആകാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന. അതേപോലെയാണ് ഇതിപ്പോ. ശരിക്കും ഒരു 10 ദിവസം കൂടെ ഉള്ളൂ. ഈ 10 ദിവസം കൂടി കഴിഞ്ഞാൽ വേറെ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്ന പോലെയൊക്കെയാണ് മനസ്സിലുള്ള ഫീല്. അത് സാധാരണ ഒരു സിനിമ കാണാൻ പോകുന്നതിന്റെ ഒരു മൂഡൊന്നും അല്ല ഇതിനുള്ളത്. അല്ല, ഇവര് തരുന്നതും അങ്ങനെയല്ല. സത്യം, ഗംഭീര സാധനങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു റിവോൾവറിന്റെ ഈ ഒരു പോസ്റ്റർ ഉണ്ടല്ലോ, ലാൻഡ്മാർക്ക് പോസ്റ്റർ, അത് ചെറിയ സാധനം നല്ല. അതൊക്കെ നിങ്ങൾ അറിയാൻ പോകുന്നേ ഉള്ളൂ. അവര് ചെറിയ ടീമൊന്നും അല്ല. ആശാന എന്ന് പറഞ്ഞല്ലേ, കണ്ടോ, കാണാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് പോവല്ലേ. ഡോളിയെ കിട്ടിയാൽ പോലും നിങ്ങൾ ഇത്ര സന്തോഷിക്കൂലേ? നല്ല കാര്യം ഉണ്ടായിരുന്നു. ഇരിക്കട്ടെ, എങ്ങനെയെങ്കിലും ഇല്ല, നമ്മളത് മറന്നു കഴിഞ്ഞാൽ എല്ലാരും ഉൾക്കൊണ്ട് കഴിഞ്ഞല്ലോ. എന്തോ ഉൾക്കൊണ്ട് കഴിഞ്ഞല്ലോ. നീ കഴിഞ്ഞ ദിവസത്തെ കമന്റ്സ് ഒന്നും വായിച്ചില്ല? അതൊക്കെ രസത്തിന് പറയുന്നല്ലേ. പിന്നെ പറഞ്ഞു കൊടുത്തേ ഇതൊക്കെ രസമാണെന്നുള്ളത്. അപ്പൊ എന്താ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്നോട്ടെ ഇതൊക്കെ രസത്തിനാണെന്നുള്ളത്. നീ വാ തുറന്നാ അത് വലിയ ഡേഞ്ചർ. ഞാൻ വാ തുറക്കുന്നല്ലോ. നീ വാ തുറക്കുന്നത് അതായത് മറ്റുള്ളവർക്ക് കത്തിക്ക് മൂർച്ച കൂട്ടാൻ ആവേശം കയറ്റുന്ന പോലെയാണ്. അതാണ് അത് മൂർച്ച കൂട്ടറാ എന്ന് പറയുന്നത് പോലെയാണ്. അതാ നാവിന്റെ മൂർച്ച എന്ന് പറയുന്നതാണ്. നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ തന്നെ ഞാൻ രക്ഷപ്പെടുകയും ചെയ്യും, നീ അവിടെ നിൽക്കുകയും ചെയ്യും. ഈ പറഞ്ഞത് ഞാൻ കട്ട് ചെയ്യും, കാരണം വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നു. അതെ, നോർമലൈസ് ചെയ്യുക അല്ലെങ്കിൽ അത് കോമഡിപരമായി യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെ ഇവിടെ അംഗീകരിക്കുന്ന കാര്യം. ആയിക്കോട്ടെ, വളരെ നല്ല കാര്യം. അല്ല, ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാ കേട്ടോ. അല്ല, ഡോണിൽ ഇല്ല എന്നുള്ളത് എല്ലാവരും ഉൾക്കൊണ്ട് കഴിഞ്ഞു. അത് പിന്നെ നമുക്ക് നോക്കണ്ട, നമുക്ക് അതൊക്കെ അപ്പുറം വേറെ കുറെ കാര്യങ്ങൾ കിട്ടിയാൽ പോരെ. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇനി ഡോണിൽ വന്നാലോ? ഡോണിൽ വരുമോ? അത് 5%. നിർത്തിക്കുക. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.